മതി സാറേ, ഇനിയൊന്നും പറയണമെന്നില്ല. പക്ഷെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു. അത് സാറ് ചിന്തിച്ചോ? അവളുടെ കഴുത്തില് ഇപ്പോഴും കിടക്കുന്ന ആ താലി അതാരുടേതാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ആക്സിഡന്റിൽപ്പെട്ട ഒരു സ്ത്രീ മുന്നിൽ വന്ന് പെട്ടാൽ വേട്ടപ്പെട്ടിയെ പോലെ അവളെ സ്വന്തമാക്കണം വേണ്ടത്. എന്റെ തെറ്റ്, ഞാൻ ചെയ്ത വലിയ തെറ്റാ. എന്നോട് ക്ഷമിക്കണം സച്ചി. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി. അർച്ചന എങ്ങനെ നിങ്ങളുടെ ഭാര്യയായി? അവള് നിങ്ങൾക്ക് തെറ്റി. വർഷമായിട്ട് അവളാ എന്റെ ജീവിതത്തിന്റെ നട്ടില്, എന്റെ കുടുംബത്തിന്റെ വിളക്ക്. അവളുടെ സന്തോഷമാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലുത്. പക്ഷെ സച്ചി, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അവളെന്റെ ഭാര്യയല്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു നിമിഷം പോലും അർച്ചന എന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടില്ല. സച്ചിക്ക് അർച്ചന എവിടെ വെച്ച് നഷ്ടപ്പെട്ടോ അതേ പരിശുദ്ധിയോടെയാ അർച്ചന ഇപ്പോഴും ജീവിക്കുന്നത്. ഇനി സച്ചി ചോദിച്ചാണ് ഉത്തരം. എന്റെ ഭാര്യയുടെ പേര് യഥാർത്ഥത്തില് സമൃദ്ധി എന്നല്ല. കല്യാണത്തിന് ശേഷമാ അവളെ ഞാൻ അങ്ങനെ വിളിച്ചത്. അതിനു മുൻപ് അവളൊരു ഓർഫനേജിലാണ് വളർന്നത്. അന്ന് അവളുടെ പേര് ഇസബെല്ല എന്നായിരുന്നു. അവള് മരിച്ചു. ജന്മന ഹാർട്ടിന് പ്രോബ്ലമുള്ള കുട്ടിയായിരുന്നു ഇസബെല്ല. അവളെ ഞാൻ പ്രേമിച്ചു, കല്യാണം കഴിച്ചു. അവളുടെ ഹാർട്ട് സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന് ഭഗവാനെ ഒന്ന് തൊഴാൻ ഗുരുവായൂരിലേക്കൊരു യാത്ര പോയി. അത് ഞങ്ങളുടെ അവസാന യാത്രയായിരുന്നു. അതേ യാത്രയിൽ തന്നെ സച്ചിയുടെ അർച്ചന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നമ്മുടെ വണ്ടി ഇടിച്ചൊരാളെ റോഡിൽ കിടക്കുന്നത്, മറ്റൊരാൾ മരണപ്പെട്ടിട്ട് എന്റെ ജീവൻ രക്ഷിക്കണ്ട, അതിനും കൂടെ കൊണ്ടുപോവാം.
ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ ഇസബെല്ല മരിച്ചു. അർച്ചനയ്ക്ക് ബോധം തെളിഞ്ഞപ്പോ അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവളെ കണ്ടപ്പോ അതെന്റെ സമൃദ്ധിയാന്ന് തോന്നി. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ദൈവം അവളെ തിരിച്ചു തന്നാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഊരും പേരും അറിയാത്ത അർച്ചനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. താൻ ആരാണെന്നോ എന്താണെന്നോ ഓർമ്മയില്ലാത്ത അവളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളെ പോലൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് തെരുവിലേക്ക് ഇറക്കി വിട്ട കടിച്ചു കീറാൻ കാത്തിരുന്ന ചെന്നായിക്കൂട്ടത്തെ ഞാൻ ഭയന്നു സച്ചി. ഒടുവിലെ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടും വരെ അവളെ സംരക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇസബെല്ലയുടെ പേരും ജീവിതവും ഞാൻ ഒക്കെ കൊടുത്തു. ആരോരുമില്ലാത്ത അവൾക്ക് ഞങ്ങളൊരു താങ്ങായി. പതിയെ പതിയെ അവളെ ഞങ്ങൾക്ക് താങ്ങായി. അതോടെ അവള് സമൃദ്ധയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. മതി സാറേ, ഇനിയൊന്നും പറയണമെന്നില്ല. പക്ഷെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു. അത് സാറ് ചിന്തിച്ചോ? അവളുടെ കഴുത്തില് ഇപ്പോഴും കിടക്കുന്ന ആ താലി അത് ആരുടേതാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ആക്സിഡന്റിൽപ്പെട്ട ഒരു സ്ത്രീ മുന്നിൽ വന്ന് പെട്ടാൽ വേട്ടപ്പെട്ടിയെ പോലെ അവളെ സ്വന്തമാക്കണം വേണ്ടത്. അവൾക്ക് ഓർമ്മയില്ല, സമ്മതിച്ചു. പക്ഷെ പത്രത്തില് നിങ്ങൾക്കൊരു പരസ്യം കൊടുത്തുകൂടായിരുന്നോ? അത് കണ്ടെങ്കിലും ഞാൻ എന്റെ അർച്ചനെ അന്വേഷിച്ചു വരുമായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല? നിങ്ങളുടെ സ്വാർത്ഥത, നിങ്ങളുടെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബലി കൊടുക്കപ്പെട്ട ജീവിതമായിട്ടാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നേ. എന്തെങ്കിലും ഒരു സമാധാനം നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ?